എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന സുഹൃതം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സുഹൃതം സംസ്കൃതത്തിന്റെ രണ്ടാമത്തെ സെഷനിലെ 13ാമത്തെ ക്ലാസ് ആണ് നടക്കുന്നത്. നമ്മുടെ ഗുരുനാഥയായിട്ടുള്ള ഡോക്ടർ ഉമാ വൈപ്പുറം ടീച്ചറിനെയും അതോടൊപ്പം ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റു സുഹൃത്തുക്കളും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട സരസ്വതി ഏട്ടത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. പിന്നെ ശബ്ദം ശരിയായില്ലെങ്കിലും റഫായിട്ടൊന്ന്. അജ്ഞാനാന്തർ ഗഗനപതിദാൻ ആത്മവിദ്യോപദേശൈ ത്രാതും ലോകാൻ ഭവതവശികാ താപപാപാസ്യമാനാൻ മുക്ത്വാ മൗനം വടവിടവിനോ മൂലതോ നിഷ്പദന്തി ശംഭോർമൂർത്തി ശരതി ഭുവനേ ശങ്കരാചാര്യ രൂപ സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യ കൃതൗ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ജയശങ്കര. ജയശങ്കര. വളരെ സന്തോഷം സരസ്വതി ഏട്ടത്തി. സുഖമില്ലാതിരുന്നിട്ട് കൂടി വളരെ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥന തുടങ്ങി. ഞാൻ അടുത്തതായി നമ്മുടെ ടീച്ചറിനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സെഷന് വേണ്ടി. ജയശങ്കർ. നമസ്തേ. പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. സർവേഭ്യഃ നമോ നമഃ. അദ്യ एकः विशिष्टदिवसः अस्ति. तैपूयम् इति आघोषः अस्ति. भगवतः सुब्रह्मण्यस्य जन्मदिनम् इति मन्यते. अतः प्रथमम् एकेन श्लोकेन ആരംഭം കുർമഃ. നമ്മളെല്ലാ ക്ലാസ്സിലും ഒരു ശ്ലോകം പരിചയപ്പെടാറുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇന്ന് നമുക്ക് ശ്ലോകത്തോടു കൂടി തുടങ്ങാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഭഗവാൻ സുബ്രഹ്മണ്യന്റെ പ്രധാനപ്പെട്ട ദിവസമായ തൈപ്പൂയം ആണ്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു ശ്ലോകമായിരിക്കും. നമുക്കത് ചൊല്ലിക്കൊണ്ട് തുടങ്ങാം. ഷഡാനനം കുങ്കുമരക്തവർണം
മഹാമതിം ദിവ്യമയൂരവാഹനം. ടീച്ചറിന്റെ മ്യൂട്ട് ആയിരിക്കണം ഒന്ന്. സുരസൈന്യനാഥം ഗുഹം സദാ ശരണമഹം പ്രപദ്യേ. അപ്പോ ഈ ഒരു ശ്ലോകത്തിന്റെ പ്രത്യേകത ടീച്ചർ മ്യൂട്ട് ഒന്ന് മാറ്റിക്കോളൂ. അപ്പോ ഈ ശ്ലോകം ഇപ്പൊ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ പ്രത്യേകത സ്തുതിയാണ്. അഹം ശരണം പ്രപദ്യേ എന്നാണ് പറയുന്നത്, ഞാൻ ശരണം പ്രാപിക്കുന്നു. അപ്പൊ ഈ അതുവരെ പ്രയോഗിച്ചതൊക്കെ ദ്വിതീയ വിഭക്തിയാണ്. ഷഡാനനം, ഷഡ് ആനനാനി യസ്യ സഹ ഷഡാനനഃ, അതായത് 6 മുഖങ്ങളുള്ള ആള്. ആനനം മുഖം, ആനനം വദനം, വക്ത്രം എന്നൊക്കെ മുഖത്തിന്റെ പര്യായങ്ങളാണ്. ഷഡ് ആനനം, 6 മുഖങ്ങളോട് കൂടി ആള്. അപ്പൊ അതിന്റെ പ്രഥമാ വിഭക്തി എന്താണ്? ഷഡ് ആനനഃ എന്നാണ്. അപ്പൊ ഇവിടെ ദ്വിതീയ വിഭക്തി ആയതുകൊണ്ട് ഷഡ് ആനനം, അദ്ദേഹത്തെ എന്നുള്ള അർത്ഥം, 6 മുഖങ്ങളോട് കൂടിയ ആളെ. അതുപോലെ കുങ്കുമ രക്തവർണം, കുങ്കുമ രക്തവർണഹ എന്നാണ്. അതായത് കുങ്കുമത്തിന്റെ ചുവപ്പ് നിറത്തോട് കൂടിയിട്ടുള്ള ആള്, അതാണ് കുങ്കുമ രക്തവർണഹ. ഇവിടെ കുങ്കുമ രക്തവർണം എന്ന് പറയുന്നത് ദ്വിതീയ വിഭക്തി, അദ്ദേഹത്തെ എന്നുള്ള അർത്ഥം, ആ രക്തവർണത്തോടു കൂടിയ ആളെ. പിന്നെ മഹാമതിം, മഹാമതിഹി എന്നാണ് അവിടെ പദം. മതി എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പ്രയോഗിക്കാറുണ്ട്, മതിമാൻ. മതി എന്ന് വെച്ചാൽ ബുദ്ധി എന്നാണ് അർത്ഥം. മതിമാൻ, ബുദ്ധിമാൻ. മലയാളത്തിലെ കവിതയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, മതി ബുദ്ധി ആണ്. മഹാമതിഹി വലിയ ബുദ്ധിയോട് കൂടിയിട്ടുള്ള ആള്. വലിയ ബുദ്ധി എന്ന് വെച്ചാൽ എന്താണ്? ആഴമേറിയ ബുദ്ധി, കൂടുതൽ ബുദ്ധി, അങ്ങനെയുള്ള മഹത്തായ ബുദ്ധിയോട് കൂടിയിട്ടുള്ള ആള്. മഹാമതിഹി, അതിന്റെ ദ്വിതീയ വിഭക്തിയാണ് മഹാമതിം. അതായത് കവിഹി എന്നുള്ളതിന്റെ ദ്വിതീയ വിഭക്തി കവിം, ഹരിഹി ഹരിം. ഇങ്ങനെ മഹാമതിഹി ഇത്യസ്യ ദ്വിതീയ വിഭക്തി മഹാമതിം ദിവ്യമയൂരവാഹനം, ദിവ്യമായ മയൂരമാകുന്ന വാഹനത്തോട് കൂടിയിട്ടുള്ള ആള്. ദിവ്യമയൂര വാഹനം, അങ്ങനെയുള്ള ആളെ. പിന്നെ രുദ്രസ്യ സൂനും, രുദ്രസ്യ സൂനുഹു, സൂനുഹു എന്നുള്ളതിന് പുത്രഹ എന്നർത്ഥം, ആ സൂനുവിനെ. അതുപോലെ രുദ്രസ്യ സൂനും സുരസൈന്യനാഥം, സുരസൈന്യനാഥ എന്നാണ് പ്രഥമാ വിഭക്തി. ആ സുരസൈന്യത്തിന്റെ നാഥനെ എന്നുള്ള അർത്ഥത്തിൽ നാഥ എന്നുള്ളത് എന്താവും? നാഥം എന്ന് ആവും. സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ എന്നും ചൊല്ലാറുണ്ട്. ഗുഹം സദാ ശരണം അഹം പ്രപദ്യേ എന്നും ചൊല്ലാറുണ്ട്. അഹം എന്നുള്ളതിന് ഞാൻ എന്നുള്ള അർത്ഥം, ഞാൻ അങ്ങനെയുള്ള ഗുഹനെ എപ്പോഴും ശരണം പ്രാപിക്കുന്നു എന്ന അർത്ഥം. അപ്പൊ ഇവിടെ നമുക്ക് സംസ്കൃതം ഭാഷ പഠിക്കാൻ എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കുമ്പോൾ ഇതിന്റെയൊക്കെ ദ്വിതീയ വിഭക്തി ഉപയോഗിച്ചിട്ട് അതിനെ എന്നുള്ള അർത്ഥത്തിൽ, അദ്ദേഹത്തെ എന്നുള്ള അർത്ഥത്തിലാണ് പൊതുവെ സ്തുതികളൊക്കെ ഇങ്ങനെയാണ് വരിക. പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഗണേശ പഞ്ചരത്നമൊക്കെ ഉണ്ടല്ലോ, മുദാകരാത്ത മോദകം സദാ വിമുക്തി സാധകം. അത് കുറച്ച് വലിയ ശ്ലോകമാണ്. നമ്മൾ ഗീതാധ്യാനത്തിലൊക്കെ ചൊല്ലാറുള്ള വസുദേവ സുതം ദേവം, അവിടെ ദേവഹ എന്നാണ് വാക്ക്, ദേവം എന്ന് വരുന്നു. അപ്പൊ ഇങ്ങനെ ഇന്ന് ഈ ഒരു ശ്ലോകത്തോടു കൂടി തുടങ്ങാം എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ക്രിയാപദങ്ങളും വിഭക്തികളും ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അതില് ക്രിയാപദങ്ങളില് വർത്തമാനകാലത്തിൽ പഠതി, ഗച്ഛതി, ലിഖതി ഇങ്ങനെയുള്ള ക്രിയകളൊക്കെ പഠിച്ചു.
അത് തന്നെ 3 തരത്തിൽ ഈ ക്രിയകള് വരും. 3 അല്ല 9 ഉണ്ട്. തൽക്കാലം ആദ്യം നമുക്ക് 3 എടുക്കാം. ഇപ്പൊ ഒരാള് പഠിക്കുന്നു എന്നുള്ളതിനെ നമ്മൾ പഠതി എന്ന് പറയും. പഠിക്കുന്നു. എഴുതുന്നു ലിഖതി. പാടുന്നു ഗായതി. പോകുന്നു ഗച്ഛതി. അപ്പൊ ഈ ഗച്ഛതി, ലിഖതി, പഠതി ഇതൊക്കെ പറയുമ്പോ അത് ചെയ്യുന്ന ആള് 3ാമത്തെ ഒരാളായിരിക്കും. അതായത് ഈ പറയുന്ന ആളായിരിക്കില്ല ചെയ്യുന്നത്. അതായത് ഞാൻ ആയിരിക്കില്ല. ഇപ്പൊ ഞാൻ എഴുതുന്നു എന്നാണ് പറയുന്നതെങ്കിൽ ലിഖതി എന്നല്ല, നീയും ആയിരിക്കില്ല, ത്വം ലിഖതി എന്ന് പറയില്ല. അപ്പൊ ലിഖതി എന്നാണ് പറയുന്നതെങ്കിൽ അത് ചെയ്യുന്നത് ഞാനും നീയും അല്ലാത്ത ഒരാളായിരിക്കും. നമ്മൾ അയാളെ പ്രഥമ പുരുഷ എന്നാണ് പറയാ. നമ്മൾ മറ്റേ ആൾക്കാണ് കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. പ്രഥമ പുരുഷ. അപ്പോ ലിഖതി എഴുതുന്നു. അപ്പൊ ലിഖതി എന്ന് മാത്രം പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കും കഹ ലിഖതി, ആരാണ് എഴുതുന്നത്? അപ്പൊ അതിന്റെ ഉത്തരം ബാലഹ ലിഖതി, കുട്ടി എഴുതുന്നു. അല്ലെങ്കിൽ അധ്യാപക ലിഖതി, അധ്യാപകൻ എഴുതുന്നു. കവിഹി ലിഖതി, കവിയാണ് എഴുതുന്നത്. അല്ലെങ്കിൽ നാരായണ ലിഖതി, നാരായണൻ എഴുതുന്നു. ഇങ്ങനെ വേറെ ആരെങ്കിലും, ഞാനല്ല നീയല്ല, 3ാമതൊരാളായിരിക്കും അവിടെ കർത്താവ്. അപ്പൊ അത്തരത്തിലുള്ള രൂപങ്ങൾ, അതായത് പ്രഥമ പുരുഷനുള്ള രൂപങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ലിഖതി, പഠതി, ഗച്ഛതി, ഗായതി, പശ്യതി, വദതി ഇതൊക്കെ. പക്ഷെ ഇത് തന്നെ നീ ആണ് ചെയ്യുന്നതെങ്കിൽ, നീ എന്നുള്ളതിന് ത്വം, ഇതിവിടെ പറഞ്ഞു എന്നാണ് ഓർമ്മ. ത്വം ലിഖസി എന്ന് വരും. സഹ ലിഖതി, ത്വം ലിഖസി. ഇപ്പൊ സഹ എന്ന് വെച്ചാൽ വേറൊരാള്, ഞാനും നീയും അല്ലാത്ത അവൻ എന്നുള്ള അർത്ഥം. അവൻ എഴുതുന്നു. സഹ ലിഖസി, ലിഖതി, ത്വം ലിഖസി, നീ എഴുതുന്നു. അഹം ലിഖാമി, അഹം ലിഖാമി. ഇങ്ങനെ 3 തരത്തിൽ വരും. വർത്തമാനകാലത്തിൽ തന്നെ ഏകവചനമുള്ള ക്രിയകൾ. വേറൊരാളാണെങ്കിൽ അവസാനം തീ എന്ന് വരുന്നു. ഇപ്പൊ ഗായതി, സഹ ഗായതി, അവൻ പാടുന്നു. ത്വം ഗായസി എന്നാണ് വരിക. ത്വം ഗായസി, നീ പാടുന്നു. അഹം ഗായാമി, ഞാൻ പാടുന്നു. അഹം ഗായാമി. അപ്പൊ അർത്ഥത്തിന് വ്യത്യാസമൊന്നുമില്ല. പാടുന്നു എന്ന് തന്നെയാണ് 3 വാക്കുകളുടെ അർത്ഥം. പക്ഷെ അവിടെ ഗായതി എന്ന് മാത്രമാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് ഞാൻ പാടുന്നു എന്നല്ല പറയുന്നത്, നീ പാടുന്നു എന്നും അല്ല പറയുന്നത്, വേറെ ഏതോ ഒരാളാണ്, 3ാമതൊരാളാണ്. പക്ഷെ ഗായസി എന്നാണെങ്കിൽ, ഗായസി എന്ന് മാത്രം പറഞ്ഞാൽ മതി, അത് ആരാ ചെയ്യുന്നത് നമുക്കറിയാം. ത്വം ആണ് അവിടെ കർത്താവ്. ത്വം ഗായസി. ഇനി ഗായാമി എന്നാണ് പറയുന്നതെങ്കിൽ അത് ആരാണ് ചെയ്യുന്നത് എന്നറിയാം. അഹം, ഞാനാണ്. അഹം ഗായാമി. ഇനി വേറൊരു ക്രിയ, പശ്യതി. പശ്യതി നോക്കുന്നു എന്നാണ് അർത്ഥം. കിളിപ്പാട്ടിലൊക്കെ പശ്യതു എന്നൊക്കെയുള്ള വാക്ക് ചിലപ്പോൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. പശ്യ പശ്യ, പശ്യ വടൂരൂപിണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണാം, നോക്കൂ എന്നുള്ള അർത്ഥത്തില്. ഇപ്പൊ പശ്യതി നോക്കുന്നു അല്ലെങ്കിൽ കാണുന്നു എന്നാണ്. പശ്യകൻ ആയിട്ടുള്ള ആളെയാണ് നമ്മൾ കശ്യപൻ എന്ന് പുരാണങ്ങളിൽ പറയും. അപ്പൊ അത് ഈ വാക്ക് വന്നതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. കശ്യപ പ്രജാപതിയെയാണ് ലോകത്തിൽ ഇന്ന് കാണുന്ന എല്ലാ ജീവജാലങ്ങളുടെയും പിതാവായിട്ട് പുരാണങ്ങളിൽ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ കശ്യപൻ എന്നുള്ള പേര് പശ്യകൻ എന്നുള്ളതിനെ ഒന്ന് തിരിച്ചിട്ടതാണ് എന്ന് പറയും. അതായത് ലോകത്തിനെ മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ആള്. അപ്പൊ എന്തായാലും പശ്യതി നോക്കുന്നു ആണ്. ഇപ്പൊ സാ പശ്യതി, അവൾ നോക്കുന്നു. ഇനി അത് നീ ആണെങ്കിൽ ത്വം പശ്യസി, നീ നോക്കുന്നു. അഹം പശ്യാമി, ഞാൻ നോക്കുന്നു. ഇനി രചയത്തി, രചിക്കുന്നു. നമുക്ക് ഒരു വാക്കുകൂടി ചേർത്തിട്ട് പറയാം. കവിഹി കവിതാം രചയത്തി.
കവി കവിതയെ രചിക്കുന്നു, അതായത് കവിത എഴുതുന്നു. കവിഹി കവിതാം രചയതി. ഇനി നീ കവിത എഴുതുന്നു എന്നാണെങ്കിൽ ത്വം കവിതാം രചയസി. ത്വം കവിതാം രചയസി, നീ കവിത എഴുതുന്നു. ഇനി ഞാനാണെങ്കിലോ രചയാമി എന്ന് വരും. അഹം കവിതാം രചയാമി, ഞാൻ കവിത എഴുതുന്നു. കവിതയെ എന്നാണ് അതിന്റെ നേരെ മലയാളം നമ്മൾ പറയുമ്പോൾ ഞാൻ കവിതയെ രചിക്കുന്നു. അപ്പൊ ഇവിടെ ഇത് മൂന്നും എന്താണ്? വർത്തമാനകാലമാണ്, അതായത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ വ്യത്യാസം ആരാണ് ചെയ്യുന്നത് എന്നുള്ളതിലാണ് വ്യത്യാസം. ഇപ്പൊ ഞാനാണെങ്കിൽ മീ എന്ന അവസാനം വരും, മീ എന്നല്ല ആമി. ഇപ്പൊ പഠാമി, ലിഖാമി, ഇത് പറയുമ്പോഴാണ് നമ്മൾ ആദ്യം ചൊല്ലുന്ന ശ്ലോകം ഉണ്ടല്ലോ, നമാമി. പഠാമി സംസ്കൃതം നിത്യം, നിത്യവും സംസ്കൃതം പഠിക്കുന്നു എന്നാണ് അർത്ഥം. ആര് പഠിക്കുന്നു? ഞാൻ പഠിക്കുന്നു. പഠാമി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്നു എന്നാണ് അർത്ഥം. അവിടെ അഹം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിലും പഠാമി എന്നാണെങ്കിൽ ഞാനാണ് അതിന്റെ കർത്താവ്, ഞാൻ പഠിക്കുന്നു. അതുപോലെ വദാമി സംസ്കൃതം സദാ, ഞാൻ പറയുന്നു. സദാ സംസ്കൃതം വദാമി, എല്ലായ്പ്പോഴും സംസ്കരിക്കപ്പെട്ടതിനെ അല്ലെങ്കിൽ സംസ്കൃതത്തെ ഞാൻ പറയുന്നു. വദാമി ിരിക്കുന്നു. അങ്ങനെ വന്ദേ ഞാൻ ചെയ്യുക. അപ്പൊ എല്ലാ സ്തുതികളിലും നമുക്കിത് കാണാം. നമാമി പാദപങ്കജം. പിന്നെ ഏത് സ്തുതി എടുത്ത് നോക്കുകയാണെങ്കിലും നമസ്കരിക്കുന്നു എന്നാണല്ലോ അവസാനം വരിക. ധ്യായാമി, ഞാൻ ധ്യാനിക്കുന്നു എന്ന് വരും. ഇനി നമ്മളിപ്പൊ ചൊല്ലിയ ഷഡാനനം കുങ്കുമരക്തവർണം എന്നതിൽ അഹം പ്രപദ്യേ എന്നാണ് വന്നിരിക്കുന്നത്. അത് വേറൊരു രൂപമാണ് ക്രിയയുടെ. ക്രിയകൾ തന്നെ സംസ്കൃതത്തില് 2 തരത്തിലുണ്ട്. ആത്മനേപദം, പരസ്മൈപദം, ഇങ്ങനെ 2 തരത്തിൽ പറയും. അതിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗച്ഛതി, പഠതി, ലിഖതി, അതൊക്കെ പരസ്മൈപദത്തിൽ വരുന്നതാണ്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ 2 വിഭജനം എന്ന് ചോദിച്ചാൽ, അതിന്റെ വിഭജനത്തിന്റെ തുടക്കത്തിലൊക്കെ ഈ ക്രിയകൾ 2 തരത്തിൽ നമ്മൾ ചെയ്യും. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യും, വേറൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യും. ഇപ്പൊ പാചകം ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അതൊരു തരം ആണ്, നമ്മൾ വേറൊരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് വേറൊരു തരമാണ്. അതെന്ത് ക്രിയ ചെയ്യുമ്പോഴും നമ്മൾ നമുക്ക് വേണ്ടിയിട്ടും ചെയ്യും. ഇപ്പൊ ഒരിടത്ത് പോകുന്നതാണെങ്കിൽ നമുക്ക് വേണ്ടി പോവും, വേറൊരാൾക്ക് വേണ്ടിയിട്ട് പോവും. അപ്പൊ ഇങ്ങനെ ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരസ്മൈപദം ആത്മനേപദം എന്ന് വേർതിരിച്ചത്. പക്ഷെ പിന്നീട് ഈ വേർതിരിവിന്റെ അടിസ്ഥാനമൊന്നും ഇല്ലാതെയായി. ചില ക്രിയകൾ പരസ്മൈപദമാണ്, ചില ക്രിയകൾ ആത്മനേപദമാണ്. ഇനി ഇതിൽ 2ലും പ്രയോഗിക്കുന്നതും ഉണ്ട്, ആത്മനേപദമായിട്ടും പരസ്മൈപദമായിട്ടും പ്രയോഗിക്കുന്നതും ഉണ്ട്. ഇപ്പൊ നമ്മൾ വന്ദേ സംസ്കൃതമാതരം എന്ന് പറഞ്ഞല്ലോ, ഈ വന്ദേ എന്നുള്ളത് ആത്മനേപദാണ്. അതുകൊണ്ടാണ് അവിടെ വന്ദതി എന്നല്ലല്ലോ വന്നത്, അല്ലെങ്കിൽ വന്ദാമി എന്ന് വന്നിട്ടില്ല. വന്ദേ എന്നാണ് പറയുന്നത്, അത് ആത്മനേപദമാണ്. അപ്പൊ ആത്മനേപദത്തിന്റെ രീതി വേറൊന്നാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഗച്ഛതി, പഠതി, ലിഖതി, പശ്യതി, വദതി, രചയതി, ഇതൊക്കെ പരസ്മൈപദാണ്. അപ്പോ അഹം ആണെങ്കിൽ അവസാനം മീ എന്ന് വരുന്നുണ്ടാവും. നമാമി, വദാമി, ലിഖാമി, പഠാമി, പശ്യാമി, രചയാമി, ഇങ്ങനെ ദദാമി, ദദാമി എന്ന് വെച്ചാൽ കൊടുക്കുന്നു. ഇങ്ങനെ അവസാനം ആമി എന്ന് ചേർക്കുന്നതാണ് എന്ത്? അഹം വരുമ്പോ. അഹം ലിഖാമി. ഇനി ത്വം ആണെങ്കിൽ സി എന്ന അവസാനം ഉണ്ടാവും. ത്വം പഠസി, നീ പഠിക്കുന്നു. ത്വം ലിഖസി, നീ എഴുതുന്നു. ഈ പഠതി എന്ന് പറയുമ്പോഴേ ശരിക്ക് പഠിക്കുന്നു എന്നല്ല, വായിക്കുന്നു എന്നാണ് അർത്ഥം.
കാരണം സംസ്കൃതത്തിൽ ശരിക്കു പറഞ്ഞാൽ വായന, പഠനം ഇത് രണ്ടും വേറെ വേറെ ആയിട്ട് കാണുന്നില്ല. അല്ലെങ്കിൽ ഒരു തരത്തിൽ പഠിക്കുക എന്ന് വെച്ചാൽ വായിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അർത്ഥം. എനിക്ക് തോന്നുന്നത് പണ്ട് അങ്ങനെയാണല്ലോ, നമ്മളെല്ലാം വായിച്ചും കേട്ടിട്ടും പഠിക്കുന്നതാണല്ലോ. എന്തായാലും വായിക്കുക എന്നുള്ളതിനെയാണ് പഠതി എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഒരു പ്രയോഗത്തിൽ നമ്മൾ പഠതി എന്ന് കേൾക്കുമ്പോൾ പഠിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം എടുക്കുക. അത് മാത്രമല്ല, വായിക്കുന്നു എന്നുള്ളതിന് വാചനം കരോതി അല്ലെങ്കിൽ വാചയതി എന്നുള്ള വേറൊരു പദവും ഇപ്പൊ പ്രയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും പഠതി എന്ന് പറയുമ്പോൾ വായിക്കുന്നു എന്നാണ് അർത്ഥം. എന്തായാലും ത്വം ആണെങ്കിൽ സി എന്ന് പറയും. ത്വം പഠസി, ത്വം ലിഖസി നീ എഴുതുന്നു, ത്വം ക്രീഡസി നീ കളിക്കുന്നു, ത്വം വദസി നീ പറയുന്നു, ത്വം ഗായസി നീ പാടുന്നു, ത്വം നൃത്യസി നീ നൃത്തം ചെയ്യുന്നു. ഇങ്ങനെ ത്വം സി. ഇനി ഇത് രണ്ടുമല്ലാത്തത്, ഞാനുമല്ല ചെയ്യുന്നത്, നീയുമല്ല ചെയ്യുന്നത്. ഇനി ഞാനും നീയും അല്ലാതെ ലോകത്ത് പല കാര്യങ്ങളും ഉണ്ടല്ലോ. അത് ഏതായാലും, ഇപ്പൊ മറ്റു മനുഷ്യരായാലും മൃഗങ്ങളായാലും ഇനി വസ്തുക്കളായാലും. ഇപ്പൊ പുസ്തകം വീഴുന്നു, നമ്മൾ പറയല്ലോ പുസ്തകം പതതി, പൂവ് വിടരുന്നു, പുഷ്പം വികസതി. ഇങ്ങനെ ഞാനും നീയും അല്ലാത്തതൊക്കെ അതിനെ പ്രഥമ പുരുഷൻ എന്ന് പറയും. അതൊക്കെ ഈ അവസാനം തീ എന്നായിരിക്കും വർത്തമാന കാലത്തിലെ ഏകവചനത്തില് വരുന്നത്. അപ്പോ അതിനെ പ്രഥമ പുരുഷൻ എന്ന് പറയും. നീ എന്നുള്ളതിനെ മധ്യമ പുരുഷൻ എന്നാണ് പറയാ. ത്വം മധ്യമ പുരുഷനാണ്, അഹം എന്നുള്ളത് ഉത്തമ പുരുഷനാണ്, ഞാൻ ഉത്തമ പുരുഷനായിട്ടാണ് പറയാ. അപ്പൊ ഇത് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഈ അസ്മത് ശബ്ദം, യുഷ്മത് ശബ്ദം ഇതിനെ രണ്ടിനെയും പരിചയപ്പെടാം. അസ്മത് ശബ്ദം എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഞാൻ, അതിന്റെ ദ്വിവചനവും ബഹുവചനവും. അപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ ഏകവചനം ഒരാള്, ഞങ്ങൾ രണ്ടുപേർ എന്നുള്ളതാണ് ദ്വിവചനം. ആവാം എന്ന് പറയും, അഹം ആവാം. പിന്നെ വയം, ഞങ്ങൾ രണ്ടുപേരിൽ കൂടുതൽ, 3 തൊട്ടിട്ട് പിന്നെ എത്ര സംഖ്യ ഉണ്ടോ അത്ര വരെ, അതിനെയാണ് ഞങ്ങൾ എന്നുള്ള അർത്ഥം. വയം, അഹം ആവാം വയം, ഇതിനെയാണ് അസ്മത് ശബ്ദം എന്ന് പറയാ. ഈ 3 വാക്കുകൾ, അതായത് ഞാൻ, അതിന്റെ ദ്വിവചനം ഞങ്ങൾ രണ്ടുപേർ, ഞങ്ങളെല്ലാവരും, 2ൽ കൂടുതൽ ആളുകൾ ഉണ്ടാവുമ്പോ, അഹം ആവാം വയം. ഇപ്പൊ നമ്മളിപ്പോ അഹം എന്ന് പറയുമ്പോൾ വരുന്നത് മാത്രമേ പഠിച്ചുള്ളൂ. ആവാം വയം വരുമ്പോ എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ പറയാം. അതുപോലെ യുഷ്മത് ശബ്ദം എന്ന് പറയുന്നത് നീ എന്നുള്ള അർത്ഥത്തില്, ത്വം യുവാം, യുവാം എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേര്, യുവാം യൂയം നിങ്ങളെല്ലാവരും. ഈ യുവാം യൂയം എന്നൊക്കെയുള്ള പദങ്ങൾ അപൂർവമായിട്ട് നമ്മൾ പുരാണങ്ങളിലൊക്കെ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. ഈ 2 പേരോട് പറയുമ്പോഴാണ് യുവാം ചേർക്കുക. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങള് അധികമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ 2 പേരോട് മാത്രമായിട്ട് നിങ്ങൾ രണ്ടുപേരും എന്ന് പറയുന്ന അവസരങ്ങള്. എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഈ രാമകൃഷ്ണന്മാരോടൊക്കെ ഒരുമിച്ച് പറയുന്ന സമയത്ത് നാരായണീയത്തിലോ മറ്റോ എവിടെയെങ്കിലും ഉണ്ടാവും. അത് ബാലലീലയൊക്കെ വർണ്ണിക്കുന്ന സമയത്ത് മേൽപ്പത്തൂര് അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കളിച്ചുകൊണ്ട് എന്നുള്ള, അവിടെ ആ ഒരു ദശകത്തിൽ വരുന്നുണ്ട്. എന്തായാലും യുവാം എന്നാണ് ആ പദം, നിങ്ങൾ രണ്ടുപേരും. യൂയം നിങ്ങളെല്ലാവരും, അതായത് 2ൽ കൂടുതൽ ആളുകള്. അപ്പൊ ത്വം യുവാം യൂയം, അഹം ആവാം വയം. പിന്നെ ഈ ത്വം എന്ന് വരുമ്പോ പാസി എന്നൊക്കെയുള്ള വാക്ക് ചിലപ്പോ ശ്ലോകങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നീ രക്ഷിക്കുന്നു എന്നാണ് അർത്ഥം. ത്വം പാസി, ത്വം പാലയസി പാലിക്കുന്നു. ഈ ത്വം പറഞ്ഞതുകൊണ്ട് ഒരു ശ്ലോകം കൂടി ഓർക്കുകയാണ്. ത്വമേവ മാതാച പിതാ ത്വമേവ, ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ, ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ, ത്വമേവ സർവം മമ ദേവദേവ. പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ്. ത്വമേവ, ത്വം ഏവ എന്നാണ് അർത്ഥം. ത്വം
ഏവ ത്വമേവ, നീ തന്നെയാണ്. ഏവ എന്നുള്ളത് അവ്യയമാണ്. അപ്പൊ അവ്യയങ്ങൾ മാത്രമായിട്ട് നമുക്ക് വേറൊരു ക്ലാസ്സിൽ പറയാം. അതായത് ഈ അത് തന്നെ എന്നുള്ള അർത്ഥം, അതായത് അതിലൊരു സംശയമൊന്നുമില്ല. അപ്പൊ ആ അർത്ഥത്തിൽ ചേർക്കുന്നതാണ് ഏവ. ത്വം ഏവ, നീ തന്നെയാണ്. ത്വമേവ മാതാ, ത്വമേവ പിതാ, ത്വമേവ ബന്ധുഹു, ബന്ധുഹു ച എന്നാണ്. ബന്ധുശ്ച, ഈ ച എന്നുള്ളതിന് എന്നുള്ള അർത്ഥം. ബന്ധുവും നീ തന്നെയാണ്. ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ, ത്വമേവ വിദ്യ, അറിവ് നീയാണ്. ത്വമേവ ദ്രവിണം, സമ്പത്ത് നീയാണ്. ത്വമേവ സർവം മമ ദേവദേവ, നീ തന്നെയാണ് എൻ്റെ എല്ലാം എന്ന് പറയണം. ആ ഒരു ശ്ലോകം ത്വം പറഞ്ഞതുകൊണ്ട് ഇവിടെ ഉദ്ധരിച്ചതാണ്. ഇനി നമ്മള് വിഭക്തി രൂപങ്ങള് 7 വിഭക്തികള് അകാരാന്തത്തിന്റെ പഠിച്ചിട്ടുണ്ട്. ഇകാരാന്തത്തിന്റെ പ്രഥമ ദ്വിതീയ ഇപ്പൊ പരിചയപ്പെടാം. ഇകാരാന്തത്തിന്റെ പ്രഥമ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. കവിഹി, കവി, കവയഃ. ഇകാരാന്ത പുല്ലിംഗ. കവിഹി, കവി, കവയഃ അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുനിഹി, മുനി, മുനയഃ. ഇതിന്റെ ദ്വിതീയ, ഇപ്പൊ ദ്വിതീയ എന്ന് പറയുമ്പോ അതിനെ എന്നുള്ള അർത്ഥം. ഇപ്പൊ കവിയെ എന്ന് പറയണമെങ്കിൽ കവിം എന്നാണ് പറയാ. കവിം, കവിം, കവി, കവീൻ എന്ന് ദ്വിതീയ വിഭക്തി വരും. അതായത് കവിയെ എന്നുള്ളതിന് കവിം. അത് നമ്മള് അകാരാന്തത്തിലാണെങ്കിൽ എങ്ങനെയാണ്? കൃഷ്ണഹ എന്നാണെങ്കിൽ കൃഷ്ണം എന്നാണ് പറയാ. കൃഷ്ണനെ നമസ്കരിക്കുന്നു, കൃഷ്ണം നമാമി. ഇനി ഇകാരാന്തത്തിലാണെങ്കിലും ഇപ്പൊ ഹരിഹി, ഹരിയെ എന്ന് പറയാലോ. ഹരിഹി, ഹരിം എന്ന് വരും. ഹരിം നമാമി. പിന്നെ അതിന്റെ ദ്വിവചനമാണ് ഹരി, 2 ഹരിമാരെ എന്നുള്ള അർത്ഥം. ഹരീൻ എന്ന് ബഹുവചനം. അപ്പൊ ഹരിഹി, ഹരി, ഹരയഹ എന്ന് പ്രഥമാ വിഭക്തി. ഹരിം, ഹരി, ഹരീൻ എന്ന് ദ്വിതീയ വിഭക്തി. അപ്പൊ രണ്ടിന്റെയും ദ്വിവചനം ഒന്ന് തന്നെയാണ് വരുന്നത്. ഹരി എന്നാണ് വരുന്നത്. ഹരിഹി, ഹരി, ഹരയഹ. ഹരിം, ഹരി. ഇവിടെ രണ്ടാമത്തത്, അതായത് 2 ഹരിമാർ എന്ന് പറയുമ്പോഴും 2 ഹരിമാരെ എന്ന് പറയുമ്പോഴും ഹരി എന്ന് തന്നെയാണ് വരുന്നത്. ഹരിം, ഹരി, ഹരീൻ. ഇപ്പൊ ചെറിയൊരു സംഭാഷണവും കൂടി പറഞ്ഞിട്ട് നിർത്താം. ഇപ്പൊ നമുക്ക് ചില സമയത്ത് എന്തെങ്കിലും ചെയ്തിട്ട് എന്നുള്ള അർത്ഥത്തിലൊക്കെ പറയേണ്ടി വരുമല്ലോ. ഇപ്പോ ബാലഹ വിദ്യാലയം ഗച്ഛതി, ചെറിയൊരു ഒരു വാക്യമാണ്. കുട്ടി സ്കൂളിലേക്ക് പോകുന്നു. ബാലഹ വിദ്യാലയം ഗച്ഛതി, ബാലഹ പഠതി. കുട്ടി സ്കൂളിലേക്ക് പോകുന്നു, കുട്ടി പഠിക്കുന്നു. അപ്പൊ അതൊന്ന് ചേർത്തിട്ട് നമുക്ക് സ്കൂളിൽ പോയിട്ട് പഠിക്കുന്നു എന്ന് പറയാൻ ബാലഹ വിദ്യാലയം ഗത്വാ എന്നുള്ളൊരു വാക്ക് അവിടെ വരും. ഈ ഗച്ഛതി എന്നുള്ളത് പോകുന്നു എന്നുള്ളത് പോയിട്ട് എന്നാവാൻ ഗത്വാ. ബാലഹ വിദ്യാലയം ഗത്വാ പഠതി. ഇനി ബാലഹ പഠതി, ബാലഹ ക്രീഡതി. പഠിക്കുന്നു അതിനുശേഷം കളിക്കുന്നു എന്നുള്ള അർത്ഥത്തില് ബാലഹ പഠിത്വാ ക്രീഡതി, പഠിച്ചിട്ട് അതിനുശേഷം കളിക്കുന്നു. ബാലഹ പഠിത്വാ ക്രീഡതി. ഇനി കളിച്ചതിനു ശേഷം ഭക്ഷണം കഴിക്കുന്നു. ബാലഹ ക്രീഡിത്വാ ഭോജനം കരോതി, അല്ലെങ്കിൽ ഖാദതി. ഖാദതി എന്ന് പറയാം കഴിക്കുന്നു എന്നുള്ളതിന്. ബാലഹ ക്രീഡിത്വാ ഖാദതി. ഇനി നദിയിലേക്ക് പോയിട്ട് കുളിക്കുന്നു. നദീം ഗത്വാ സ്നാതി, അല്ലെങ്കിൽ സ്നാനം കരോതി. ഇനി കുളിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നു. സ്നാനം കൃത്വാ ആഗച്ഛതി. അപ്പൊ ഇങ്ങനെ കുറച്ച് വാക്കുകൾ.
ഉക്ത്വ എന്ന് വെച്ചാൽ പറഞ്ഞിട്ട് എന്നാണ് അർത്ഥം. ഉക്ത്വ പറഞ്ഞിട്ട്. എന്താണ്? സമ്യക് പഠതു ഇതി ഉക്ത്വ അധ്യാപകഃ ഗച്ഛതി. ഇതി എന്നുള്ളതിന് എന്നാണ് അർത്ഥം. നമ്മൾ പഴയ ആകാശവാണി വാർത്തകളിൽ ഇതി വാർത്താഹ എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ വാർത്തകളുടെ അർത്ഥമാണ്. അപ്പൊ സമ്യക് പഠതു നന്നായിട്ട് പഠിക്കൂ, ഇതി ഉക്ത്വ എന്ന് പറഞ്ഞിട്ട് അധ്യാപകഃ ഗച്ഛതി പോകുന്നു. ഇങ്ങനെ ദൃഷ്ട്വ കണ്ടിട്ട്, കൃഷ്ണം ദൃഷ്ട്വ അർജുനഃ നമസ്കരോതി. ഇങ്ങനെ ഗത്വ പോയിട്ട്, ദൃഷ്ട്വ കണ്ടിട്ട്, ക്രീഡിത്വ കളിച്ചിട്ട്, ലിഖിത്വ എഴുതിയിട്ട്, ഇങ്ങനെ കുറച്ച് വാക്കുകൾ കൂടി പരിചയപ്പെടാം. നമ്മുടെ ക്ലാസ്സിന്റെ സമയം ഏകദേശം ആയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് അസ്മത് ശബ്ദം, യുഷ്മത് ശബ്ദം, അതായത് അഹം, ആവാം, വയം, ത്വം, യുവാം, യൂയം അത് പറഞ്ഞു. പിന്നെ ക്രിയാപദങ്ങള് ഗച്ഛതി പോകുന്നു, വേറൊരാളാണെങ്കിൽ സഹ ഗച്ഛതി, അഹം ഗച്ഛാമി, ത്വം ഗച്ഛസി. ഇങ്ങനെ 3 തരത്തിൽ വരും. ഏകവചനം തന്നെ. ഇതിന് നമ്മള് പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഉദ്ദേശിക്കുന്നത് ഞാനും നീയും അല്ലാത്തത് മറ്റൊരാളെയാണ് നമ്മുടെ പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഒന്നാമതായിട്ട് കണക്കാക്കുന്നത് മറ്റേ ആളെയാണ്. അതായത് ഞാനും നീയും അല്ലാത്ത വേറൊരാളെയാണ് നമ്മൾ ഒന്നാമതായിട്ട് കണക്കാക്കുന്നത് എന്ന് വിചാരിച്ചാൽ മതി. പ്രഥമ പുരുഷ വേറൊരാള്, മധ്യമ പുരുഷ നീ എന്നർത്ഥം വരുന്നതാണ്, ഉത്തമ പുരുഷ ഞാൻ എന്ന് അർത്ഥം വരുന്നത്. അപ്പോ സഹ ഗച്ഛതി, ത്വം ഗച്ഛസി, അഹം ഗച്ഛാമി, സഹ ലിഖതി, ത്വം ലിഖസി, അഹം ലിഖാമി. ഇത് നമ്മൾ ശ്ലോകങ്ങളൊക്കെ ചൊല്ലുമ്പോൾ ധാരാളം ഇങ്ങനത്തെ പദങ്ങൾ കാണാം. ചിലപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയും ഇല്ലെങ്കിൽ എന്താ ഇപ്പൊ ഇടയ്ക്ക് ഈ സി വരും, ഇടയ്ക്ക് ഇങ്ങനെ മീ എന്ന് കാണാം. അപ്പൊ നമാമി എന്നുള്ളിടത്തൊക്കെ മീ ആണ് വരുന്നത്. ഇനി ചിലയിടത്ത് തീ ആണ്, ലിഖതി, വദതി എന്നൊക്കെ തീ ആണ് കാണുന്നത്. ഇങ്ങനെ ഒരു സംശയങ്ങൾ വരാം. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ളത് പറഞ്ഞു. അപ്പൊ എന്തായാലും ഇനി അടുത്ത ഭാഗത്തിൽ കാണാം. ജയ്ശങ്കര. വളരെ സന്തോഷം ടീച്ചർ. വളരെ ഭംഗിയായി തന്നെ എനിക്ക് തോന്നുന്നു. നമ്മുടെ ആളുകൾ കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു ഇത് മാത്രമാണ്. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ല. ഒരു പക്ഷേ ഇന്ന് ടീച്ചർ പറഞ്ഞതുപോലെ കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള, മാഘമാസമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതുകൊണ്ടായിരിക്കാം ഇന്ന് കുറച്ച് ആൾക്കാർ പങ്കെടുത്തിട്ടുള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ് എനിക്ക് തോന്നുന്നു 8-ാം തീയതി ഞായറാഴ്ച നടത്തുവാൻ സാധിക്കുമെന്നുള്ള കാര്യം ഒന്ന് ടീച്ചർ ഒന്ന് പറയുക. കാരണം 15-ാം തീയതി ശിവരാത്രിയാണ്. അപ്പൊ നമ്മൾ ഒരു ഞായറാഴ്ച വിട്ടാണ് നമ്മൾ അടുത്ത ക്ലാസ് വരുന്നത്. 15-ാം തീയതി ശിവരാത്രിക്ക് നമ്മളൊരു ശിവോഹം എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു സപ്താഹം പോലെ ഒരു പരിപാടി നടത്തുന്നുണ്ട്. അന്ന് തന്നെ അദ്വൈത ലഹരിയുടെ 48-ാമത്തെ സെഷനും അന്ന് നടക്കുകയാണ്. കാരണം 2 വർഷം പൂർത്തിയാകുക, 4 വർഷം പൂർത്തിയാകുകയാണ് അദ്വൈത ലഹരി കണ്ടിന്യൂസ് ആയിട്ട്. അത് നമ്മുടെ ഡോക്ടർ വിശ്വനാഥ് സാർ എടുക്കുന്ന ക്ലാസ് ആണ്. 48-ാമത്തെ സെഷൻ 4 വർഷം പൂർത്തിയാകുന്ന ദിവസമാണ്. അപ്പൊ നമ്മുടെ ശങ്കരസ്മൃതിയോടനുബന്ധിച്ച് 50-ാമത്തെ ക്ലാസ് ശങ്കരസ്മൃതിയോടനുബന്ധിച്ച് ചെയ്യാമെന്നാണ് കരുതുന്നത്. 50 ക്ലാസ്സുകൾ എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അത് വലിയൊരു കാര്യം തന്നെയായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. കാരണം ഇപ്പൊ പറയുന്ന 48ഓളം ഇന്നിപ്പോ ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു 47-ാമത്തെ സെഷൻ ആയിരുന്നു. 48-ാമത്തേത് ഫെബ്രുവരി 15-ന് ശിവരാത്രിയുടെ ചെയ്യാമെന്നാണ് കരുതുന്നത്. അപ്പൊ എല്ലാം കൂടെ ആകുമ്പോൾ ആൾക്കാർക്ക് കയറാൻ ഇന്നും എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന ക്ലാസ് കൊണ്ടായിരിക്കും വൈകുന്നേരം ആളുകൾ കുറഞ്ഞതെന്ന് കരുതുന്നു. എന്തായാലും അത് 8-ാം തീയതി നടത്താൻ സാധിക്കുന്നെങ്കിൽ ഒന്ന് നോക്കിയിട്ടൊന്ന് പറയൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 8-ാം തീയതി അടുത്ത ക്ലാസ് പറയാം. അന്ന് 8 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട് ഉപനിഷത്തിന്റെ. അത് നമുക്ക് ഈ സമയം ഈ സെയിം ടൈം തന്നെ മതി. 7 മണി തൊട്ട് 7:30 വരെയുള്ള. ഒന്ന് നോക്കിയിട്ട് പറയാം. കാരണം മതിയാവും. നോക്കിയിട്ട് പറയാം. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ 22-ാം തീയതിക്ക് സാധിക്കുള്ളൂ. അതാണ് പിന്നെ 3-ാമത്തെ ഞായറാഴ്ചയാവും എന്നുള്ളത് മാത്രം. കഴിയുന്നതും 8-ാം തീയതി തന്നെ നോക്കാം. അന്നിപ്പോ വലിയ പ്രയാസം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. സപ്താഹം ഉണ്ടെങ്കിലും പ്രയാസം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ നോക്കിയിട്ടൊന്ന് ചോദിച്ചിട്ടൊന്ന് പറയാം. വളരെ സന്തോഷം. എന്തായാലും ഇന്ന് ഇവിടെ പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ടീച്ചറിനോടും. നമുക്ക്
അടുത്ത ക്ലാസ് കണ്ടുമുട്ടും വരെ നമസ്കാരം. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജഗദീഷിന്റെ കാരുണ്യ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ലോകാസമസ്ത സൂനോ ഭവന്തു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജയശങ്കര 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 ജയശങ്കര.